ഇതെല്ലാം BJPയുടെ തലയിൽ കൊണ്ടുവന്ന് വെക്കും മുമ്പ് BJPക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ മുന്നമേ തന്നെ കരാറുകൾ ഉണ്ടാക്കി വെച്ച മണ്ടന്മാരെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? ആരെങ്കിലും ചെയ്യുമോ? പുത്തരിക്കണ്ടം മൈതാനം 2026 അല്ലെങ്കിൽ 27 15,000 രൂപയ്ക്ക് തന്നേക്കാം എന്നും പറഞ്ഞ് തലയ്ക്കകത്ത് ബോധമുള്ള ആരെങ്കിലും കൊടുക്കുമോ എന്നാണ് ചോദ്യം. കരാറിൽ 15,000 രൂപയ്ക്ക് എഴുതിയിട്ട് പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ചില ബോധമുള്ള ആൾക്കാർ അങ്ങനെയും ചെയ്തേക്കാം. KRFBക്ക് ആരാണ് കരാർ കൊടുത്തിരിക്കുന്നത്? സംസ്ഥാന സർക്കാരാണ് അല്ലെ. അപ്പൊ KRFBക്ക് കൃത്യമായി ഇയർലി ഫണ്ട് കൊടുക്കുന്നത് നിങ്ങളാണ്. അപ്പൊ അവരുടെ ഉടമസ്ഥതയിലുള്ള ലൈറ്റുകൾ കൃത്യമായി കത്തുന്നുണ്ടോ? ഇദ്ദേഹം പറയുന്നത് പോലെ ബോർഡ് കൊണ്ട് എത്ര ലൈറ്റുകളാണ് മറഞ്ഞിരിക്കുന്നത്? ഇതാരാണ് നോക്കേണ്ടത്? എന്താ ശിവൻകുട്ടി സാറേ, ഇത് നിങ്ങളുടെ സർക്കാരല്ലേ നോക്കേണ്ടത്? വട്ടിയൂർക്കാവ് MLA പോലും കോർപ്പറേഷന്റെ കെട്ടിടം കയ്യേറി വെറും 750 രൂപ വാടകയ്ക്ക് കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതൊക്കെ ന്യായമാണെന്നൊക്കെ പറഞ്ഞ് നാവിട്ടടിച്ചെങ്കിലും പൊതുജനം എതിരാണെന്ന് തിരിച്ചറിഞ്ഞ് ഇറങ്ങി പോവുകയാണ് MLA ചെയ്തത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കാൻ തുടങ്ങിയത് പിന്നെ വലിയ രീതിയിലുള്ള കുരുക്കൾ പല സ്ഥലത്ത് പൊട്ടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും തിരുവനന്തപുരത്തെ പല സ്ഥലത്തും ലൈറ്റുകൾ കത്തുന്നില്ല. അതുപോലെ നഗരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേസ്റ്റ് ഇങ്ങനെ കിടക്കുകയാണ്, വേസ്റ്റ് ഒന്നും പ്രോപ്പർ ആയിട്ട് നീക്കം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. മാറാത്തത് മാറും എന്ന BJPയുടെ ആ ഒരു ടാഗ് ലൈൻ എടുത്തിട്ട് ഇതിനെയൊക്കെ ഉദ്ധരിച്ച് വെച്ച് നമ്മുടെ ശിവൻകുട്ടി സാർ അടക്കം പറഞ്ഞത് നാറാത്തത് നാറും BJP വന്നാലെന്നാണ്. അപ്പോ ഇങ്ങനെ പറയുന്നതിലൂടെ ഇതൊക്കെ കാണുന്ന സാധാരണക്കാരായ ജനങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ സത്യമാണെന്നാണ്. അതായത് ആര്യ രാജേന്ദ്രന്റെ കയ്യിലിരുന്ന ആ ഒരു ഭരണസമിതി ഭരിച്ചിരുന്ന സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ നീറ്റ് ആയിരുന്നെന്നും എല്ലായിടത്തും കൃത്യമായി വഴിവിളക്കുകളൊക്കെ കത്തുമായിരുന്നെന്നും പിന്നെ കുടിവെള്ളമൊക്കെ കൃത്യമായിട്ട് എത്തുമായിരുന്നെന്നും. എന്നാൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇതൊക്കെ താറുമാറായെന്നുമാണ് പറഞ്ഞു വെക്കുന്നത്. യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം പറയേണ്ടത് ഒന്ന് തിരുവനന്തപുരത്തെ ജനങ്ങളാണ്. പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. പൊങ്കാല കഴിഞ്ഞ് വളരെ കൃത്യമായി ഇവിടെ എല്ലാം വൃത്തിയാക്കിയിരുന്നു. ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് പോയ സ്ഥലം കുറച്ചു കഴിഞ്ഞ് വീണ്ടും മറ്റാരൊക്കെയോ ചേർന്ന് വൃത്തികേടാക്കിയതായും ശ്രദ്ധയിൽപ്പെട്ടു എന്നൊക്കെ. അതേപോലെ ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള ഭാഗം BJPക്കാരുടെ ഭരണസമിതി വൃത്തിയാക്കിയില്ല എന്നും പറഞ്ഞു വന്നപ്പോൾ ക്ഷേത്ര സമിതി തന്നെ അത് അവരുടെ ചുമതലയല്ല, കോർപ്പറേഷന്റെ ചുമതലയല്ല, മറ്റ് ആൾക്കാരാണ്, ക്ഷേത്രമാണ് അത് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യാൻ വൈകിയതാണ് എന്ന് വന്നതും നിങ്ങളൊക്കെ കണ്ടു. അപ്പൊ യാഥാർത്ഥ്യം പറയേണ്ടത് ഒന്നുകിൽ മേയർ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ അല്ലെ. നമുക്കറിയാം ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ നിലവിലുള്ള ഭരണാധികാരികൾ, നിലവിൽ എല്ലായിടത്തും ഓൾമോസ്റ്റ് ഭരിക്കുന്നത് CPM ആണല്ലോ, കോൺഗ്രസ് ഒന്നും ചിത്രത്തിലേ ഇല്ല. അപ്പൊ CPM ആൾക്കാർ എന്ത് ചെയ്യും? അവര് ഇതിനൊക്കെ മറുപടി പറയാൻ നിൽക്കുവോ? കൃത്യമായ വിശദീകരണങ്ങളൊക്കെ തന്ന് പേപ്പറൊക്കെ വെച്ചിട്ട് മറുപടി പറയാൻ നിൽക്കുവോ? ഇല്ല. എന്നാൽ നമുക്കറിയാം BJP ഭരണത്തിൽ കയറിയത് മുതൽ അങ്ങനെയല്ല. BJPയുടെ ഒരു നേതാക്കന്മാരും അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. BJPയുടെ മേയർ കൃത്യമായ വിശദീകരണവുമായി രംഗത്തെത്തിയ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യമായി അദ്ദേഹം വിശദീകരിച്ച് പറയുന്നത് വിളക്ക് കത്താത്ത ഇഷ്യൂ, ഈ പറയുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ കറക്റ്റ് ആയിട്ട് കത്തുന്നില്ല, അത് BJP കോർപ്പറേഷൻ ഭരിക്കുന്നതിന്റെ കുഴപ്പമാണ് എന്നാണ് ശിവൻകുട്ടി സാറ് ആരോപിച്ചിരിക്കുന്നത്. എന്നാൽ കുഴപ്പം BJPയുടേതാണോ എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഒരു ചെറിയ ക്ലിപ്പ് കാണാം. വഴിയിലിൽ നിന്ന് ആരംഭിച്ച് പേരൂർക്കട വഴി വെള്ളയമ്പലം വരെ വരുന്ന റോഡിലുള്ള മീഡിയനിലിരിക്കുന്ന സെൻട്രൽ മീഡിയനിലിരിക്കുന്ന ലൈറ്റ് അതെല്ലാം KRFBയുടേതാണ്. വെള്ളയമ്പലം തൈക്കാട് സ്മാർട്ട് റോഡിലുള്ള ലൈറ്റ് KRFBയുടേതാണ്. വെള്ളയമ്പലം ശാസ്തമംഗലം റോഡിലുള്ള ലൈറ്റ് KRFBയുടേതാണ്. വെള്ളയമ്പലം LMS അട്ടക്കുളങ്ങര തമ്പാനൂര് ഈ ലൈറ്റ് KRFBയുടേതാണ്. എയർപോർട്ട് മുതൽ പാളയം വരെയുള്ള റോഡിന്റെ സെൻട്രൽ മീഡിയൻ മാത്രം, അതായത് ആ റോഡ് പാളയം മുതൽ എയർപോർട്ട് വരെയുള്ളതിന്റെ സെൻട്രൽ മീഡിയൻ ഇരിക്കുന്ന ലൈറ്റ് മുഴുവൻ KRFBയുടെ ഉടമസ്ഥയിലുള്ളതാണ്. വഞ്ചിയൂർ ജനറൽ ഹോസ്പിറ്റൽ റോഡിന്റെ സൈഡിലുള്ള ലൈറ്റ് അവിടെ KRF ബോർഡ് തന്നെ വെച്ചിട്ട് പലതും തെളിയാത്തല്ല, KRF എന്നുള്ള ബോർഡാണ് ഇരിക്കുന്നത് തൊട്ടതാണ്. KRFBയുടെ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ഉടമസ്ഥയിലുള്ള ലൈറ്റാണ്. ഈ ലൈറ്റുകളുടെ ഒക്കെ തന്നെ മെയിൻ്റനൻസിന് വേണ്ടി KRFBക്ക് വർഷാവർഷം സംസ്ഥാന സർക്കാർ പൈസ കൊടുക്കുന്നുണ്ട്. ഈ ലൈറ്റുകളാണ് തെളിയാത്തതിൽ ഏറെക്കുറെ കൂടുതൽ ലൈറ്റ്. അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിക്ക് സ്മാർട്ട് റോഡുകളുടെ ഒക്കെ തന്നെ സൈഡിലുള്ള ലൈറ്റ് സ്മാർട്ട് സിറ്റി ലൈറ്റ് ഉടമസ്ഥയിലുള്ള ലൈറ്റാണ്. അതിന് മെയിൻ്റനൻസിലുള്ള പണം അവർ തന്നെ AMC വെച്ചിട്ടുണ്ട്. ടൂറിസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വിളക്കും അതോടൊപ്പം തന്നെ ശംഖുമുഖത്തുള്ള വിളക്കുകളും ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമുള്ള ടൂറിസത്തിനുള്ള ഫണ്ടുണ്ട്. കേട്ടല്ലോ, ഏതൊക്കെ ഭാഗത്താണ് ലൈറ്റ് കത്താത്തത്? ശിവൻകുട്ടി സാറേ, ഈ ലൈറ്റുകൾ കത്തുന്നില്ല എന്ന് പറയുമ്പോൾ KRFBക്ക് ആരാണ് കരാർ കൊടുത്തിരിക്കുന്നത്? സംസ്ഥാന സർക്കാരാണ് അല്ലെ. അപ്പൊ KRFBക്ക് കൃത്യമായി ഇയർലി ഫണ്ട് കൊടുക്കുന്നത് നിങ്ങളാണ്. അപ്പൊ അവരുടെ ഉടമസ്ഥതയിലുള്ള ലൈറ്റുകൾ കൃത്യമായി കത്തുന്നുണ്ടോ? ഇദ്ദേഹം പറയുന്നത് പോലെ ബോർഡ് കൊണ്ട് എത്ര ലൈറ്റുകളാണ് മറഞ്ഞിരിക്കുന്നത്? ഇതാരാണ് നോക്കേണ്ടത്? എന്താ ശിവൻകുട്ടി സാറേ, ഇത് നിങ്ങളുടെ സർക്കാരല്ലേ നോക്കേണ്ടത്? അതേപോലെ ടൂറിസത്തിന്റെ വകുപ്പിലിരിക്കുന്ന ആ ലൈറ്റുകൾ കത്തിയില്ലെങ്കിൽ അതാരാണ് നോക്കേണ്ടത്? അത് നോക്കേണ്ടത് നമ്മുടെ ടൂറിസം മന്ത്രിയാണല്ലോ.
അല്ലെങ്കിൽ ടൂറിസത്തിന്റെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരാണല്ലോ. അതിനും BJPയുടെ ആ ഒരു ഭരണസമിതി മറുപടി പറയണം, അല്ലെങ്കിൽ മേയർ മറുപടി പറയണം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ശരിയാവുന്നത്? കോർപ്പറേഷന്റെ കൈവശം, കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമുള്ള ലൈറ്റ്, PWD റോഡുകളിലുള്ള ലൈറ്റുകൾ, അതോടൊപ്പം തന്നെ KSEBയുടെ ഇലക്ട്രിക് പോസ്റ്റുകളുടെ ലൈറ്റും ഞങ്ങളുടെ ഉത്തരവാദിത്തമുള്ളതാണ്, കോർപ്പറേഷൻ ഉത്തരവാദിത്തമുള്ളതാണ്. മെയിനായിട്ട് ഇതാണ് ലൈറ്റുകളുടെ അവസ്ഥ. അപ്പം ആ ലൈറ്റുകൾ, കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമുള്ള ലൈറ്റുകളാണ് കോർപ്പറേഷന് മെയിൻ്റനൻസ് നടത്താൻ പറ്റുന്നത്. അത് നടത്തുവാനുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷനുള്ളൂ. മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും അതാത് ഡിപ്പാർട്ട്മെന്റുകൾ ഫണ്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ മാധ്യമ സമ്മേളനം കഴിഞ്ഞ് ഇന്ന് തന്നെ, അല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ KRFBയിൽ പോകണം. KRFBയിൽ പോയിട്ട് ഞാൻ ഈ ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. ഈ ലൈറ്റുകൾ എന്തുകൊണ്ട് പ്രകാശിക്കുന്നില്ല? ഈ ലൈറ്റുകൾ കഴിഞ്ഞ ദിവസവും ഇതിനു വേണ്ടി യോഗം വിളിച്ചു. KRFBയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ച് യോഗം നടത്തുകയും അവരുടെ സാന്നിധ്യത്തിൽ ഇതെല്ലാം പ്രകാശിക്കുന്നില്ലെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് KRFB നടപടി സ്വീകരിച്ചിട്ടില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിൽ ടൂറിസം മാസങ്ങളോളം പുതിയ ഭരണസമിതി ഉൾപ്പെടെ ടൂറിസത്തിനോട് സംസാരിച്ചു. ആ വിളക്കുകൾ ടൂറിസം തെളിയിച്ചിട്ടില്ല. ശംഖുമുഖത്ത് കാണുന്ന ഈ ഇരുട്ടിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ടൂറിസത്തിന്റെ ലൈറ്റുകൾ തെളിയാത്തതാണ്. PWDക്കും കുറച്ച് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റുകളൊക്കെ തന്നെ തെളിയാതിരിക്കുമ്പോഴേക്കും ഇതൊക്കെ കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് പറയുവാനുള്ളത്. കത്താത്തത് സംസ്ഥാന സർക്കാർ കരാറ് കൊടുത്ത് ഇയർലി ഫണ്ട് അടച്ചുകൊണ്ടിരിക്കുന്ന, അവര് മെയിൻറ്റെയിൻ ചെയ്യുന്ന, KRFB മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ലൈറ്റുകളും ടൂറിസത്തിന്റെ ലൈറ്റുകളുമാണ്. അപ്പൊ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഇവരിങ്ങനെ ഒരുപാട് വർഷത്തേക്കൊക്കെ കരാർ കൊടുക്കുന്നതും എത്ര വലിയ പ്രഹസനമാണെന്ന് നിങ്ങൾക്കറിയാം. അത് കേൾക്കുന്ന ആൾക്കാർ ചിരിച്ചു പോകും. അങ്ങനെ ഒരു കരാറിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കും. പുത്തരിക്കണ്ട മൈതാനത്തിന്റെ കഥയാണ്. അതായത് 2026 ഈ വർഷം ഓണത്തിന് ഒരു സർക്കസ് കമ്പനിക്ക് കൊടുക്കണമെന്ന് കഴിഞ്ഞ വർഷം തന്നെ തീരുമാനിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ്. അന്നത്തെ ഡെപ്യൂട്ടി മേയർ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. 2025 തെരഞ്ഞെടുപ്പ് വരികയാണ്. പുതിയ ഭരണസമിതി 26 അധികാരത്തിൽ വരും എന്നൊക്കെ അറിയാമായിരുന്നിരിക്കെ 2025 ഒക്ടോബറിൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഒക്ടോബർ ലാസ്റ്റ് ആയിരുന്നു, നവംബറിലായിരുന്നു. ഒക്ടോബറിൽ തന്നെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2026 സർക്കസ് കമ്പനിക്ക് ആർക്ക് കൊടുക്കണമെന്നുള്ള തീരുമാനിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ്. അതിൽ വാങ്ങുന്ന ഏത് സമയത്തേക്കാണെന്ന് പറയും? ഓണക്കാലം. പുത്തരിക്കണ്ടം മൈതാനത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സമയം ഓണക്കാലമാണ്. അത് വാങ്ങിക്കുന്ന തുക എത്രയെന്നറിയോ? 15,000 രൂപ ഒരു ദിവസത്തേക്ക്. ഇന്ന് അതിന്റെ 10 ഇരട്ടി തരാൻ തയ്യാറായിട്ട് ആൾക്കാർ വരുമ്പോഴേക്കും മൈതാനം ബ്ലോക്ക് ചെയ്തിരിക്കുക. കഴിഞ്ഞ വർഷം തന്നെ കൊടുത്തിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം. പുത്തരിക്കണ്ടം മൈതാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? നമുക്ക് പറ്റിയ സിനിമകളൊക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പുത്തരിക്കണ്ടം മൈതാനത്തിൽ എന്റെ പൊരിഞ്ഞടി ആ ഡയലോഗായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ മൈതാനം കാണാത്ത ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പുത്തരിക്കണ്ടം മൈതാനം ഒരു ചെറിയ സ്ഥലമല്ല, അല്ലെ? അത് വളരെ കണ്ണായ എല്ലാ ആൾക്കാർക്കും ആക്സസിബിലിറ്റി ഉള്ള, വലിയ രീതിയിൽ മേളകളോ പ്രദർശനമോ സർക്കസോ എന്തെങ്കിലും ഒക്കെ നടത്താനായിട്ട് സ്ഥലമുള്ള ഒരു സ്ഥലം തന്നെയാണ്, ഒരു മൈതാനം തന്നെയാണ്. അത് 15,000 രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ BJP ആദ്യമേ അധികാരത്തിൽ വന്നതിന് ശേഷം കണ്ടുപിടിച്ച ഒരുപാട് കാര്യങ്ങൾ ഒന്നാണ്, കോർപ്പറേഷൻ കെട്ടിടങ്ങൾ പലതും തുച്ഛമായ വാടകക്ക് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നു. ആരുടെയൊക്കെ കൈവശമാണെന്ന് പോലും കോർപ്പറേഷന് യഥാർത്ഥത്തിൽ അത് അറിയില്ല എന്നുള്ളത്. വട്ടിയൂർക്കാവ് MLA പോലും കോർപ്പറേഷന്റെ കെട്ടിടം കയ്യേറി വെറും 750 രൂപ വാടകയ്ക്ക് കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതൊക്കെ ന്യായമാണെന്നൊക്കെ പറഞ്ഞ് നാവിട്ടടിച്ചെങ്കിലും പൊതുജനം എതിരാണെന്ന് തിരിച്ചറിഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ് MLA ചെയ്തത്. അതുപോലെ തന്നെ ഇതെല്ലാം BJPയുടെ തലയിൽ കൊണ്ടുവന്ന് വെക്കും മുമ്പ് BJPക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ മുന്നമേ തന്നെ കരാറുകൾ ഉണ്ടാക്കി വെച്ച മണ്ടന്മാരെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? ആരെങ്കിലും ചെയ്യുമോ? പുത്തരിക്കണ്ടം മൈതാനം 2026 അല്ലെങ്കിൽ 27 15,000 രൂപയ്ക്ക് തന്നേക്കാം എന്നും പറഞ്ഞ് തലയ്ക്കകത്ത് ബോധമുള്ള ആരെങ്കിലും കൊടുക്കുമോ എന്നാണ് ചോദ്യം. കരാറിൽ 15,000 രൂപയ്ക്ക് എഴുതിയിട്ട് പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ചില ബോധമുള്ള ആൾക്കാർ അങ്ങനെയും ചെയ്തേക്കാം. ഇതായിരിക്കണം അവിടെ സംഭവിച്ചത്. BJP എന്തുകൊണ്ട് എതിർത്തില്ല? നിങ്ങളല്ലേ ഓപ്പോസിറ്റ് അന്നുണ്ടായിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ മിനിറ്റ്സ് എടുത്ത് നോക്കൂ BJP എതിർത്തിട്ടുണ്ടോ എന്നുള്ളത്. ഞങ്ങൾക്ക് ഭൂരിപക്ഷമില്ല, ഞങ്ങൾ വാക്കൗട്ട് നടത്തിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഭരിക്കുന്നത് മേയറമ്മയല്ലേ, മേയറൂട്ടിയല്ലേ, പ്രായം കുറഞ്ഞ കുട്ടിയല്ലേ, അതിനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ സാധിക്കുമോ? ഇപ്പോ ശിവൻകുട്ടി സാറും കമ്മികളും ഒക്കെ നാറാത്തത് നാറെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഇറങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ കുട്ടീനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയും വരച്ചുകൊണ്ട് വാഴ്ത്തുപാട്ടുകൾ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ കുട്ടിയുടെ വില ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, തിരുവനന്തപുരത്ത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവര് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരുവനന്തപുരം മറ്റൊരു വെനീസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ലൈറ്റ് ഇല്ല. അവിടുത്തെ MLA പറയുക, കാരണം അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അവരാണ് ഇത് കത്തിക്കേണ്ട ഏജൻസിക്ക് പൈസ കൊടുക്കുന്നത്.
ഇനി ഒരു കാര്യം കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്, അത് വിളപ്പിൽ ശാലയെ കുറിച്ചാണ്. നമുക്കറിയാം മാലിന്യ നിർമ്മാർജ്ജനം ഭയങ്കര മോശമായിട്ടാണ് നടക്കുന്നതെന്നാണ് രണ്ടാമത്തത് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട മറ്റേ ടാഗ്ലൈൻ പറഞ്ഞത്. തിരുവനന്തപുരത്ത് എല്ലായിടത്തും ഇങ്ങനെ വേസ്റ്റ് കിടക്കാണ് അത്ര, ഇതൊന്നും കൃത്യമായിട്ട് ഇവരെടുക്കുന്നില്ല, കൃത്യമായിട്ട് സംസ്കരിക്കുന്നില്ല എന്ന രീതിയിലാണ് പരാതികൾ വരുന്നത്. സത്യമാണോ? തിരുവനന്തപുരം നിവാസികളോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് അങ്ങനെയൊന്നും അല്ല സംഗതികൾ. പഴയ ഏതോ ഫോട്ടോയും വി രാജേഷിന്റെ ഫോട്ടോയും വെച്ചിട്ടാണ് ഇത്തരം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ്. സ്വാഭാവികമല്ല ഈ കുരുക്കൾ എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വിളപ്പിൽ ശാല വിഷയത്തെ കുറിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ അതും കാണുക, തുടർന്ന് കാണുക പോളി ന്യൂസ്.